ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കൺ ഐസിനെ പറ്റിയാണ്. അതായത് കണ്ണിങ്ങനെ കുഴിഞ്ഞിരിക്കുക. നമുക്ക് പ്രത്യേകിച്ച് പ്രായം കൂടുന്തോറും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു സ്കിന്നിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞു നമ്മുടെ കണ്ണിങ്ങനെ ഒരു ഉള്ളോട്ട് പോകുന്ന ഒരവസ്ഥയാണ് സങ്കൺ ഐസ് അല്ലെങ്കിൽ ഹോളോ ഐസ് എന്ന് പറയുന്നത്. അപ്പം അതിന് യൂഷ്വലി നമ്മളിപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനടുത്തോ അല്ലെങ്കിൽ നമ്മൾ നെറ്റിലൊക്കെ അടിക്കുമ്പം വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫിലിം സ്റ്റാർസൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രായം ഇത് കുറയ്ക്കാൻ വേണ്ടി അവരിവിടെ ഫില്ലേഴ്സ് യൂസ് ചെയ്യും. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അതാണ് ഫില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിവിടെ ഇങ്ങനെ ഫില്ലാവും. ഈ ഒരു ഗ്യാപ്പ്, ആ ഒരു ഹോളോനെസ് ഇങ്ങനെ ഫില്ലാവും. അതാണ് ഒരു ഫില്ലർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പെൻസീവാണ് ഫസ്റ്റ് തിങ്. പിന്നെ നമുക്കത് അത്രത്തോളം സസ്റ്റൈനബിൾ ആയിട്ടൊരു ഓപ്ഷനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളത് വരണേക്കാളും മുന്നേ നമുക്കത്, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിനെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് ഹൈലറോണിക് ആസിഡ് സെറമാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഓർഡിനറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഹൈലറോണിക് ആസിഡ് സെറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈലറോണിക് ആസിഡ് സെറത്തിനൊക്കെ പറ്റി. നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്ത് മാത്രം നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ക്ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ AM റുട്ടീനിൽ നമുക്ക് എല്ലാത്തിനും മുന്നേ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇവിടെ ആയിട്ട് എപ്പോഴും ഹൈലറോണിക് ആസിഡ് ഇടുന്നേക്കാളും മുന്നേ നമ്മളതിനെ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് വെള്ളം നനച്ചു കൊടുക്കണം. വെള്ളം നനയ്ക്കാണ്ട് നേരെ ഇടരുത്. അപ്പം അതെങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് വെള്ളം ഒന്നിങ്ങനെ ടാപ്പ് ചെയ്യുക. കുറച്ച് വെള്ളം എടുത്തിട്ട് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയും വെള്ളം മതി. അല്ലെങ്കിൽ നമ്മൾ മോൻ കഴുകി ഒന്ന് തുടച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഹൈലറോണിക് ആസിഡ് സെറം എടുക്കുക. കുറച്ച് മതിയാവും. ഞാനിപ്പോൾ ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞു. അത്രയും നല്ലൊരു സംഭവമാണിത്. ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ടൊന്ന് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലംപ്നെസ് അല്ലെങ്കിൽ ആ ഒരു തുടിപ്പുണ്ടല്ലോ, മോയ്സ്ചറിനെ റീറ്റെയിൻ ചെയ്തിട്ട് ആ ഒരു തുടിപ്പ് തരാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് മാത്രമല്ല, കൊളാജൻ എന്ന് പറഞ്ഞൊരു കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ തിക്കൻ ചെയ്യാൻ, സ്കിന്നിൻ്റെ ഒരു സെൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാവുന്നൊരു സംഭവമാണ്. അതിനും ഈ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് രണ്ടും കൂടെ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഹോളോനെസ് അത് പതുക്കെ ബിൽഡപ്പ് ആയിട്ട് അവിടെ നമുക്ക് ആ ഒരു തിക്നെസ് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഡെയിലി ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലിൽ നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് പോകാവുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഡെയിലി നമ്മുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു സങ്ക്നെസ് അല്ലെങ്കിൽ ഒരു ഹോളോനെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടുത്തെ ഈ ഒരു സ്കിന്നിൻ്റെ കട്ടി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഹൈലറോണിക് ആസിഡ് സെറം നൈക്കിയിലൊക്കെ അവൈലബിൾ ആണ്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ ഹൈലറോണിക് ആസിഡ് സെറം മേടിക്കുക. നമ്മൾ എപ്പോഴും നോക്ക് ഓഫ് പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് ഉള്ളൊരു ടൈമാണ്. അപ്പം ഞാൻ എപ്പോഴും ഓർഡിനറി എന്നൊരു ബ്രാൻഡ്, ലൈക്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ്സ്. അത്രയ്ക്കും ഭയങ്കര പൈസയും ഇല്ല. അതിൻ്റെ മേടിക്കാൻ നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീനിൽ ഈ ഒരു ഇതും കൂടെ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്നോട് പറയാം. ഓക്കെ, താങ്ക് യു.